Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പഴം കൊണ്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന 2 ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. മക്കളുടെ ടിഫിൻ ബോക്സിലൊക്കെ ഒരുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത പഴം തന്നെ എടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം. ഇതിനെ നമുക്ക് മിഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിന് സ്റ്റീമറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇതിനെ കുക്കറിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിനെ ഒരു 2 വിസിലാകുമ്പോഴത്തേനും വേവിച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ വെള്ളം ഒന്നും കയറണ്ടെന്ന് വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റീം മാത്രമേ കയറുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് അങ്ങനെ വെള്ളമൊന്നും ആയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് വേകുമ്പോഴൊക്കെ കുറച്ച് വെള്ളം കൂടി അതിലായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതൊരു സ്മെല്ലിന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റ്, നല്ല വെറൈറ്റി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുള്ളത്. അങ്ങനെ നമുക്കിത് മൂന്നും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ടൈമിൽ നമുക്ക് ഇവിടെ പഴം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം പഴുത്ത് കറുത്ത പഴം തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാകത്തിന് പഴുത്ത് കിട്ടിയാൽ മതി. മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ടാകുന്നില്ല, അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിനെ നമുക്ക് ഒരു സ്മാഷർ വെച്ചിട്ട് നല്ല പോലെ ഉടച്ചെടുക്കാം. സ്മാഷറും വേണമെന്നില്ല, നമുക്ക് കയ്യിൽ തവി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, നമ്മൾ നാട്ടിൽ കയ്യിൽ എന്നൊക്കെ പറയും, അതിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്താൽ മതി. മിക്സിയിൽ ഗ്രൈൻഡറിലൊന്നും ഇട്ട് എടുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. കയ്യിൽ നമുക്ക് വെള്ളം നനച്ചെടുത്തിട്ടാൽ പറ്റുമോ. ഇത് നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഒരേ ടൈമിൽ തന്നെ ഇത് പരത്തിയെടുക്കുന്നത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയർ ടൈപ്പ് ബോക്സ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തത് എടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് ഫില്ലിങ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ഞാൻ ഒരുപോലെ ആക്കി വെച്ച് കൊടുത്തിട്ട് സൈഡിലേക്കൊക്കെ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബനാന ബോക്സ് ഇവിടെ റെഡിയായി. അങ്ങനെ അതുപോലെ തന്നെ 5 എണ്ണം എനിക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഗീ ചേർത്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നല്ല ഗീ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 kg. എന്നിട്ട് 2 സൈഡിലും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നില്ലേ, ആ ടൈമിൽ വരെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒക്കെ സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് കിട്ടുന്നുള്ളത്. അപ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ സോഫ്റ്റായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ഹാർഡായിട്ടും ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. നല്ല മധുരമുള്ള പഴമല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകുന്നത് ഇത് കഴിക്കുമ്പോഴത്തേനും. ഇത് നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലിട്ടിട്ട് കൊടുക്കാനും നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റിയ ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ്. എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാനും പറ്റും. നല്ല അടിപൊളി കിടിലൻ സ്നാക്ക് തന്നെയാണ്. ഇതിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടും കാണിച്ചു തരാം. ഇത് ഞാൻ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ ഇത് തണുത്ത് കഴിക്കുമ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അകത്ത് കണ്ടില്ലേ, നമുക്ക് ഉന്നക്കായൻ്റെയൊക്കെ ആ ഒരു കാണുമ്പോൾ അങ്ങനെ തന്നെ ഇല്ലേ, നമ്മളുടെ പഴം നിറച്ചത് ഉന്നക്കായ, അതിൻ്റെയൊക്കെ തന്നെ സെയിം ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കാം. അടുത്തത് നമ്മളുടെ നാട്ടിലെ സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാകുന്നുള്ള പുതിയാപ്പിള സൽക്കാരങ്ങളിലാണ് കൂടുതൽ ഉണ്ടാകുന്നുള്ളത്. അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടിയപ്പം എന്ന് പറയും നമ്മൾ നാട്ടിൽ. ഇവിടെ പുറത്ത് നാട്ടിലൊക്കെ അതിനെ പനീർ പെട്ടി എന്നാണ് പറയുന്നുള്ളത്. നമ്മളുടെ നാട്ടിൽ
പുതിയപ്പള പിറ്റേ ദിവസം ഉണ്ടാവുന്നില്ല വീട്ടിൽ നിന്ന് കീന്ന് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ അതിന് ആരും ആളെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഈ പെട്ടിയപ്പത്തിൻ്റേത്. അതിനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തന്നെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാം. ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നുള്ളത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ഷുഗറാണ് കേട്ടോ, പഞ്ചസാര, 4 മുട്ട, പിന്നെ 1/2 കപ്പ് തേങ്ങ, പിന്നെ റൈസിൻസും കാഷ്യൂനട്ടും ആൽമണ്ടും ഞാൻ മിക്സ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറില്ല മൈദപ്പൊടി, അത് 3 വലിയ പഴുത്ത ബനാന. ഇതിലേക്ക് നല്ലോണം പഴുത്ത ബനാന ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതിനെ നല്ലപോലെ സ്ലൈസാക്കി മുറിച്ചെടുത്ത് വരാം. അപ്പോൾ നല്ലോണം പഴുപ്പ് കൂടിയ പഴം എപ്പോഴും എടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്, അത് നല്ല മധുരമായിരിക്കും. പച്ചപ്പഴമൊക്കെ എടുക്കുന്നതാണെങ്കിൽ നമുക്കതൊരു പുളിപ്പോട് കൂടിയിട്ടായിരിക്കും കിട്ടുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ടും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗറിലെ 1/4 കപ്പ് ഷുഗർ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് അതിനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ കാരമലൈസ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക തരം ഒരു രുചി തന്നെയാണ് കിട്ടുന്നുള്ളത് ഈ പനീർ പെട്ടിക്ക്. എന്നിട്ട് നമുക്ക് ഈ 1/2 കപ്പ് തേങ്ങയിൽ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ടാകുന്ന തേങ്ങപ്പണ്ടില്ലേ, അങ്ങനെയല്ലേ ഉള്ളത്, അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഉള്ളത്. പക്ഷേ കഴിക്കുമ്പോൾ കാരമലൈസ് ചെയ്തതിൻ്റെ വേറെ തന്നെ ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അത് മാറ്റി കൊടുത്തതിന് ശേഷം സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഗീ ചേർത്ത് കൊടുത്തിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് അതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തന്നെ ആൽമണ്ടും ഇല്ലേ, ഉണക്കമുന്തിരിയും കൊട്ടയും ബദാമുമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനും കൂടി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സെയിം ഗീൽ തന്നെയാണ് ഞാൻ പഴത്തിനെ വാട്ടിയെടുക്കുന്നുള്ളത്. ഒന്ന് വാട്ടിയെടുത്താൽ മതി. നല്ലോണം വാട്ടിയിട്ട് ഇതാക്കിയിട്ട് അതിനെ കുഴഞ്ഞ രൂപത്തിലാക്കിയിട്ട് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കെട്ടിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ള തേങ്ങൻ്റെ ഫില്ലിങ്ങില്ലേ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കാഷ്യൂനട്ടും ആൽമണ്ടും കിസ്മിസും അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആവുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിലേക്ക് കൂടി ഒന്ന് ആ ഏലക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് പോള തയ്യാറാക്കാണ്ട് ദോശ, അതിന് വേണ്ടിയിട്ടാണ് 4 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും പിന്നെ ഏലക്കപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്തിട്ട് നമുക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ദോശ തവി വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒരു 1 മിനിറ്റൊക്കെ വേണ്ടി വരും. അത്രയേ ഉള്ളൂ ഇത് വേവാനുള്ള പണി. അപ്പത്തേന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അതിനെ തിരിച്ചിട്ട് കൊടുക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് പെട്ടി രൂപത്തിലാക്കിയിട്ട് നമുക്കിതിനെ മടക്കിയെടുക്കാം. അപ്പോഴത്തേനും നമ്മളുടെ പെട്ടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെയിം പ്രൊസീജിയർ തന്നെ ഞാൻ രണ്ടാമത്തതും ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സ് റെഡി ആവാനുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും നമുക്ക് ഈ പെട്ടിയപ്പം ഇവിടെ റെഡിയായി കിട്ടും. ദോശ എളുപ്പത്തിലായി കിട്ടുന്ന ഒരു പണിയാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അടിപൊളിയായിട്ടുള്ള പെട്ടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുറനാട്ടിലേക്ക് ഇതിനെ ഇതുപോലെ ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മളുടെ മുട്ടയുടെ കൂട്ടില്ല, മുട്ടനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും പാനിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളുടെ നാട്ടിൽ പക്ഷേ ഇങ്ങനെ മാത്രമാണ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോഴത്തേന് നമ്മളുടെ പെട്ടിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ നാട്ടിലെ പുതിയപ്പള സൽക്കാരങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഈ പെട്ടിയപ്പം എന്ന് പറയുന്നുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്, നിങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാനും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടി ആണ് കേട്ടോ ഇത്. പഴുത്തപ്പഴം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എന്തായാലും ഈ 2 സ്നാക്ക് ഉണ്ടാക്കിയിട്ട് നോക്ക്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും.
Bananas are extremely healthy and delicious. Bananas can vary in color, size, and shape. Bananas contain a fair amount of fiber as well as several antioxidants. Thank you. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.